തമിഴർക്ക് മാത്രമല്ല മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് സൂര്യയും ജ്യോതികയും. എല്ലാവർക്കും മാതൃകയായ താരദമ്പതികളായാണ് ഇവരെ കണക്കാക്കുന്നത്. യഥാർത്ഥ പ്രണയവും ദാമ്പത്യ ജീവിതവും എങ്ങനെയായിരിക്കണമെന്നാണ് ഇരുവരും ആരാധകർക്ക് തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. നീണ്ട 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോഴും തുടക്കകാലത്തുണ്ടായിരുന്ന അതേ സന്തോഷം ഇരുവർക്കും ഉണ്ട്. തമിഴിലെ പ്രമുഖ നടനായ ശിവകുമാറിന്റെ മകനാണ് സൂര്യ. ശരവണൻ ശിവകുമാർ എന്ന പേര് സൂര്യ എന്നാക്കിയത് മണിരത്നം ആയിരുന്നു. തന്റെ 22ാമത്തെ വയസ്സിൽ നേർക്കുനേർ എന്ന മണിരത്നം നിർമ്മിച്ച ചിത്രത്തിലൂടെയായിരുന്നു സൂര്യ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. 1999 സൂര്യ ജ്യോതികയെ ആദ്യമായി കണ്ടുമുട്ടിയത്. പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു അത്. മുംബൈയിൽ നിന്ന് വന്ന ജ്യോതികയ്ക്ക് തമിഴ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും വളരെ ബുദ്ധിമുട്ടി ആ ഭാഷ പഠിക്കാൻ ജ്യോതിക ശ്രമിച്ചു. ഇത് സൂര്യയെ അത്യധികം ആകർഷിച്ചു. കൂടെ ജോലി ചെയ്യുന്നവരോടുള്ള ജ്യോതികയുടെ പെരുമാറ്റവും സൂര്യയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ തമിഴ് സിനിമയിൽ നല്ലൊരു പേരുണ്ടാക്കിയിരുന്നു ജ്യോതിക. 2001 കാലഘട്ടത്തിൽ ജ്യോതിക അഭിനയിച്ച ഒരു സിനിമയുടെ സെറ്റിൽ സൂര്യ അപ്രതീക്ഷിതമായി എത്തി. തന്റെ അസിസ്റ്റന്റിനോട് സൂര്യയെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ ജ്യോതിക പറയുന്നു. അവിടെ വെച്ചാണ് അവർ ഒരുപാട് സംസാരിച്ചു തുടങ്ങിയത്. ഇത് ഇരുവരുടെയും 2ാമത്തെ കണ്ടുമുട്ടലായിരുന്നു. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. പിന്നെ തന്റെ സുഹൃത്ത് വലയത്തിലേക്ക് സൂര്യ ജ്യോതികയെ ക്ഷണിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു. 2001 സൂര്യയുടെ നന്ദ എന്ന സിനിമ കണ്ട ജ്യോതികയ്ക്ക് സൂര്യ എന്ന അഭിനേതാവിനോട് കടുത്ത ആരാധന തോന്നുകയും തന്റെ അടുത്ത ചിത്രമായ കാക്ക കാക്കയിലേക്ക് സൂര്യയെ കാസ്റ്റ് ചെയ്യാൻ ഗൗതം മേനോനോട് പറഞ്ഞതും ജ്യോതികയാണ്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പ്രണയത്തിലായത്. കാക്ക കാക്ക വൻ വിജയമാവുകയും ചെയ്തു. 2006 ഇരുവരും തങ്ങളുടെ കുടുംബങ്ങളുടെ അനുഗ്രഹത്തോടെ വിവാഹിതരാവുകയും ചെയ്തു. വിവാഹത്തോടെ ജ്യോതിക അഭിനയം നിർത്തുകയായിരുന്നു. ഇരുവർക്കും ദിയ, ദേവ് എന്നിങ്ങനെ 2 മക്കളാണുള്ളത്. കുഞ്ഞുങ്ങൾ വലുതായ ശേഷം ജ്യോതിക വീണ്ടും അഭിനയ രംഗത്ത് സജീവമായി. എന്നാൽ ഇരുവരുടെയും പ്രണയം അതുപോലെ തുടരുന്നു. സിനിമയുടെ തിരക്കിനിടയിലും ജ്യോതികയ്ക്കും മക്കൾക്കും വേണ്ടി സൂര്യ ഒരുപാട് സമയം മാറ്റിവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യം പുതുമയും സന്തോഷവും നിലനിർത്തി മുന്നോട്ടു പോവുകയാണ്.